പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ ലൈഫിൽ ഞാൻ ഈശോയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതിനകത്ത് എനിക്ക് ഉണ്ടായൊരു സംഭവം, ഞാൻ എൻ്റെ ലൈഫിലേക്ക് എന്നൊക്കെ ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, രോഗങ്ങൾ വന്നാലും ഒറ്റപ്പെടൽ വന്നാലും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും പരിഗണന കിട്ടിയില്ലെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലായിരുന്നു. എൻ്റെ ഉള്ളിലോ ഈശോയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈശോയുടെ സാന്നിധ്യം, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, അതിൻ്റെ മേളിലേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കും ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫോക്കസ് ചെറുതായിട്ടൊന്ന് അറിയാതെ അറിഞ്ഞൊക്കെ മാറി എന്നിലേക്കും മറ്റു വ്യക്തികളിലേക്കും മറ്റു വസ്തുക്കളിലേക്കൊക്കെ എൻ്റെ ഫോക്കസ് മാറിയപ്പോഴത്തേക്ക് എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സെയിം പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടല്ലോ, എനിക്ക് വലിയ ഭാരമായിട്ട് തോന്നി. എന്നെ അതൊക്കെ വലിയ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ രോഗമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, നമുക്ക് എന്നാ പഠിക്കാൻ പറ്റാത്തതല്ല, നമ്മുടെ കല്യാണം നടക്കാത്തതല്ല, നമ്മുടെ വീടില്ലാത്തതല്ല, പൈസ ഇല്ലാത്തതല്ല, കടമല്ല, ഇതൊന്നുമല്ല നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. ഇതൊക്കെയാണ് നമ്മൾ പറയുമെങ്കിലും ഇതൊന്നുമല്ല സത്യത്തിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. മറ്റുള്ളവരെ സ്നേഹം കിട്ടാത്തതല്ല, മറ്റുള്ളവരുടെ പരിഗണന കിട്ടാത്തതല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്നില്ല. അവിടെ പലപ്പോഴും നമ്മൾ ആ ഈശോയ്ക്ക് കൊടുക്കേണ്ട പ്ലേസിൽ നമ്മളെ തന്നെയും അല്ലെങ്കിൽ മറ്റു വ്യക്തികളെയും മറ്റു വസ്തുക്കളെയും മറ്റു സംഭവങ്ങളെയൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ദുഃഖം ഉണ്ടാകും. ഈശോ നമ്മളോട് പറയുന്നത് തന്നെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണമെന്നോ നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നോ ഇതൊന്നല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒന്നാമത്തെ സ്ഥാനം ഈശോയ്ക്ക് കിട്ടണം. അതാണ് ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈശോയുടെ വചനമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറച്ച് വെക്കണം. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് വെക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അടിക്കുന്ന സംഭവങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം അതിൻ്റെ മേലെ ഈ വചനം കയറി നിൽക്കും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം, ഏറ്റവും വിലയുള്ള സാധനമല്ലേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ വെക്കുന്നത്. അപ്പം അത് ഈശോയുടെ വചനമായിരിക്കണം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന് സന്തോഷം കിട്ടണമെങ്കിൽ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആരാ ഉള്ളത്? ഈശോ തന്നെയാണ് ഉള്ളത്. ഈശോയുടെ വചനം അത് ഈശോ തന്നെയാണ്. എന്നാ യോഹന്നാൻ 1:1 ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ രക്തത്തെ മുക്കി മേലെങ്കിൽ തിരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. ഈശോ തന്നെയാണ് ദൈവവചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലോ അതരത്തിലോ ഉണ്ടായിരിക്കണം. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിറയ്ക്കുമ്പം ഈശോ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു സംഭവം, ഒരു നിരാശ ഒന്നും നമ്മൾ അടിക്കത്തില്ല. ആ ഈശോയ്ക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പരിശ്രമിക്കണം. നമ്മൾ ഒത്തിരി പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തു ലോർഡ്.